റോഷിപാൽ നൽകും വിവരങ്ങൾ. റോഷിപാൽ, മിഷേൽ ഷാജിയുടെ മരണത്തിൽ ഇപ്പോൾ CBI അന്വേഷണം വേണമെന്ന് കുടുംബം ആവർത്തിക്കുകയാണ്. പുതിയതായി എന്തൊക്കെ കാര്യങ്ങളാണ് മിഷേലിന്റെ പിതാവ് പറയുന്നത്? വിനിത, നേരത്തെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് സമാനമായ ആവശ്യമുന്നയിച്ച് മിഷേലിന്റെ പിതാവ് ഷാജി വർഗീസ് പരാതി നൽകിയിരുന്നു. ഈ പരാതികൾ അല്ലെങ്കിൽ പിന്നീട് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടപ്പോഴും ഉന്നയിച്ച ആവശ്യം അംഗീകരിക്കുന്നില്ല. ഇതിന് പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് സർക്കാരിന് ചില കാര്യങ്ങൾ ഒളിക്കാനുണ്ട് എന്ന്. പോലീസ് തുടക്കം മുതൽ തന്നെ മിഷേലിന്റെ മരണം അത് ആത്മഹത്യയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചിരുന്നു. മിഷേലിന്റെ മൊബൈൽ ഫോണുകൾ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ മൊബൈൽ ഫോൺ കണ്ടെത്താനുള്ള പരിശോധനകൾ പോലും നടത്തിയില്ല. പോസ്റ്റ്മോർട്ടത്തിലടക്കമുള്ള ദുരൂഹത ആരോപിക്കുന്നു. ഒപ്പം പിറവത്തെ ഒരു സിനിമാ താരത്തിന്റെ മകനെ അടക്കം സംശയമുന്നിലാക്കുന്ന ആക്ഷേപങ്ങളും ഉയർത്തുന്നുണ്ട്. ഏതായാലും CBI അന്വേഷണം എത്രയും പെട്ടെന്ന് നടത്തണം എന്ന ഒരു ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിയമപോരാട്ടം ശക്തിപ്പെടുത്താനുള്ള തീരുമാനവും മിഷേലിന്റെ കുടുംബം എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2017 മാർച്ച് 6-ാം തീയതിയായിരുന്നു മിഷേലിന്റെ മൃതദേഹം കായലിൽ നിന്നും കണ്ടെത്തുന്നത്. മാർച്ച് 5-ന് മിഷേലിനെ കാണാതായി. പിന്നാലെ പോലീസിൽ പരാതി നൽകിയെങ്കിലും പരാതി സ്വീകരിക്കുകയോ അതിൽ അന്വേഷണം നടത്താനോ കൃത്യമായി പോലീസ് തയ്യാറായില്ല. മാത്രവുമല്ല, കൃത്യമായ അന്ന് മൊബൈൽ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ മിഷേൽ മരിക്കില്ലായിരുന്നു എന്നും മിഷേലിന്റെ പിതാവ് ഷാജി വർഗീസ്. റോഷിപാൽ, ഇപ്പോൾ ഏത് തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇതിൽ നടക്കുന്നത്? പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇക്കാര്യത്തിലുള്ള ഒരു വിശദീകരണം എന്താണ്? മിഷേലിന്റെ മരണത്തിൽ ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചുമാണ് അന്വേഷണം നടത്തിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നു എന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നത്. അന്വേഷണം പൂർത്തീകരിച്ചിട്ടില്ല. മാത്രവുമല്ല, ഇതിൽ കുറേയേറെ ദുരൂഹതകൾ കുടുംബം ഉയർത്തുന്നുണ്ട്. ഒന്ന്, മിഷേലിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ ചില മുറിപ്പാടുകളുണ്ട്. അത് മരിക്കുന്നതിന് മുമ്പുള്ളതാണെന്ന് പറയുന്നു. ഒപ്പം തന്നെ റിട്ടയർഡ് ഫോറൻസിക് ഉദ്യോഗസ്ഥന്റെ ചില പ്രധാനപ്പെട്ട ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾ അടക്കം പരിശോധിക്കണമെന്ന ആവശ്യമുണ്ട്. ഏതായാലും മരിച്ചത് എപ്പോഴാണെന്നടക്കം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നില്ല. മരണകാരണം ചൂണ്ടിക്കാട്ടുന്നില്ല എന്നടക്കമാണ് ബന്ധുക്കൾ പറയുന്നത്. ഇത് കൃത്യമായി തുടക്കം മുതൽ തന്നെ ഈ മരണത്തിൽ എന്തൊക്കെയോ ഒളിക്കാൻ പോലീസിനുണ്ടായിരുന്നു. ആരെയൊക്കെയോ രക്ഷപ്പെടുത്താനുള്ള തീവ്ര ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പരിശോധിക്കാതിരുന്നത്. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടപ്പോൾ ആ മൊബൈൽ ഫോൺ കണ്ടെത്താൻ ശ്രമിച്ചിരുന്നില്ല. എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ടവർ ലൊക്കേഷൻ പരിശോധനകളടക്കം കൃത്യമായി നടത്താൻ പോലീസ് തയ്യാറായിരുന്നില്ല എന്നടക്കമുള്ള ആക്ഷേപം നടന്നു. ഇതൊക്കെ കണ്ടെത്തണമെങ്കിൽ, യഥാർത്ഥത്തിൽ ഇത് കൊലപാതകമാണ്, കൊലപാതകത്തിലെ പ്രതികളെ കണ്ടെത്തണമെങ്കിൽ CBI അന്വേഷണം അനിവാര്യമാണ് എന്ന നിലപാടിൽ തന്നെ മിഷേലിന്റെ ബന്ധുക്കൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചത്. ഏതായാലും ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയിട്ടുണ്ട്. ആ ഹർജിയിൽ വാദം പുരോഗമിക്കുന്നു. ഏതായാലും സർക്കാർ അതിനു മുമ്പ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. CBIക്ക് അന്വേഷണം കൈമാറാനുള്ള തീരുമാനം സർക്കാർ എടുക്കണം. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മുന്നോട്ട് പോകും എന്നാണ് മിഷേലിന്റെ പിതാവ് പറയുന്നത്. ശരി, റോഷിപാലാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മിഷേൽ ഷാജിയുടെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന് തന്നെയാണ് കുടുംബം വീണ്ടും ആവശ്യപ്പെടുന്നത്. കേസ് അട്ടിമറിക്കുന്നതിന് ശ്രമം നടക്കുകയാണെന്നും കുടുംബം ആരോപിക്കുന്നു.